വെൽക്കം ടു അവർ ചാനൽ ഗ്രീൻ ഗേറ്റ്. അപ്പോൾ നമ്മളുള്ളത് പെരിഞ്ഞനത്തുള്ള ഭാസ്കരൻ സാറിൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മളെ ഏറ്റവും വലിയ ഗ്രീൻ ഹോപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗേറ്റുകൾക്ക് നമ്മൾ പ്രൊഡക്റ്റുകൾ ഏതും തന്നെയായാലും നമുക്കൊരു മെയിൻ്റെനൻസ് വരുന്നില്ല. അങ്ങനെയുള്ളൊരു ഗേറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഭാസ്കരൻ സാറ്, പെരിഞ്ഞനത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പൊ അദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കാട്ടാ. സാർ, നമ്മൾ ഈ ഗേറ്റ് വെച്ചിട്ട് എത്ര നാളായി? 1.5 വർഷം. 1.5 വർഷമായിട്ടാ. ഈ ഗേറ്റിന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞ, ഗേറ്റിനെ കുറിച്ച് സാറ് പറഞ്ഞ. ഗേറ്റിനെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് പണിത് ഏറെക്കുറെ കഴിഞ്ഞിട്ടുള്ളൂ. ആ സമയത്താണ് കുട്ടി വന്നിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ ഇന്റർലോക്ക് പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് സംശയമായിരുന്നു നിങ്ങളിത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും ഈ കുട്ടി ഈ പറയുന്ന മാഡം തന്നെ എന്നോട് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന്. പക്ഷെ അതേമാതിരി വെക്കുകയും ചെയ്തു. പക്ഷെ വെച്ചപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഗുണം എനിക്ക് കിട്ടിയതും ഇതൊന്ന് ഇന്റർലോക്കിന്റെ കൂടി വന്നപ്പോൾ, കാരണം ഇന്റർലോക്ക് ചെയ്യുന്നവർക്കും കൂടി ഒരു ഡൗട്ട് ആയിരുന്നത് ഈ ഗേറ്റ് ഇങ്ങനെ വന്നാൽ ഒക്കെ ക്ലിയർ ആവുന്നു. പക്ഷെ വിചാരിച്ചകളും 99% ക്ലിയറായി വന്നു. അതിലേക്ക് വളരെ സന്തോഷമുണ്ട്. അതില് പണിതതിന് ശേഷം മതിലും കൂടിയിട്ട് എനിക്ക് മാച്ച് ആവേണ്ട അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ക്ലിയർ ആയി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മതിലിന് മാച്ച് ആയിട്ട് തന്നെ ഗേറ്റിന്റെ എല്ലാം വന്നിട്ടുള്ളത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് ഗുണം ചെയ്തതും. പെടുത്തുന്ന എത്രയോ ആൾക്കാർ വന്ന്, ഞാൻ എന്ന് പറഞ്ഞില്ല 1-2 ആൾക്കാർ വന്ന് നോക്കിയിട്ട്. അപ്പൊ പെടുത്തുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് പെടുത്തിരിക്കും. മെയിനായി റോഡിൽ കൂടെ പോണവരും വന്നിട്ട് നോക്കി അതിന്റെ വിവരങ്ങളൊക്കെ എന്നോട് ചോദിച്ചു പോയിരുന്നു. പിന്നെ അവർ കമ്പനിക്ക് കൊടുത്ത് വേറെ വന്നോന്നുള്ള എനിക്കറിയില്ല. ഫാമിലി ആയിട്ട് വന്നത്, മോളോട് പറഞ്ഞു തന്നെ. അപ്പൊ ആ ലെവലൊക്കെ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാളും ഭംഗിയായിട്ട് അത് കിട്ടും. മാത്രമല്ല ഇത് ഏറെക്കുറെ ലൈഫിൽ ഓടുന്ന എൻ്റെ ഇത്. കാരണം എത്ര തവണ തള്ളിയും തുറക്കാൻ ഈ 1.5 കൊല്ലത്തോളം പ്രൊഡക്ഷൻ, അതാണ് ഏറ്റവും ഗുണം ചെയ്തത്. വേണമെങ്കിൽ ഒന്ന് തുടയ്ക്കാനും കൂടി എനിക്ക് വേണ്ടി വന്നില്ല. ഇതിപ്പോ നമ്മുടെ സ്റ്റീലായിട്ടും കൂടിയിട്ട് തുടയ്ക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത്രയ്ക്കും ഒരു ഗുണം കിട്ടിയ എല്ലാം കൊണ്ടും നല്ല കാര്യം. ഞാനിപ്പോ 1-2 കാര്യം കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനിയോട് ചെയ്യാൻ വേണ്ടി, സ്റ്റീലിന്റെ വർക്കിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചു. അതും കൂടി ഫിനിഷ് ആക്കണം മഴ കഴിഞ്ഞിട്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ കമ്പനിയോട് ഞാൻ നന്ദി പ്രകാശിക്കുന്നു. അപ്പോൾ ഈ ഗേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ആൻഡ് ഫണ്ടർമാക്സ് വുഡ് കോമ്പിനേഷനിലാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. അപ്പോൾ വിവേകപൂർവ്വം ഈ ഗേറ്റ് തെരഞ്ഞെടുത്ത നമ്മുടെ ഭാസ്കരൻ സാറും ഫാമിലിയും നമുക്ക് വലിയൊരു മാതൃകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.